എല്ലാ കൂട്ടുകാർക്കും ട്രിവാൻഡ്രം യൂട്യൂബറിൻ്റെ PSCGK എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതും അല്ലാത്തതുമായ ക്ഷേമ പദ്ധതികളെ കുറിച്ചാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതി മിത്ര 181, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിയും ഫയലുകളുടെ കാലതാമസവും സംബന്ധിച്ച പരാതികൾ ബോധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന വെബ്സൈറ്റാണ് ഫോർ ദി പീപ്പിൾ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കേരള സർക്കാർ നൽകി വരുന്ന ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള മത്സ്യക്കച്ചവടം തടയുന്നതിനു വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി. തീരദേശവാസികൾക്ക് സാക്ഷരത ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അക്ഷര സാഗരം. കേരള സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ് ഷീ ടാക്സി. വനിതകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് അനുയാത്ര. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നിർഭയ. വിവര സാങ്കേതിക വിദ്യാ മേഖലയിൽ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ IT at സ്കൂൾ ആരംഭിച്ച പദ്ധതിയാണ് ഹായ് സ്കൂൾ കുട്ടിക്കൂട്ടം. കേരള സർക്കാർ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. സഹകരണ സംഘങ്ങളിലെ കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി നവ കേരളീയം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് ആവശ്യമായ ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് പ്രത്യാശ. ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സൈനിക സ്കൂൾ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് ഷൈൻ. ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവരുടെ ശാരീരികവും ആരോഗ്യപരവുമായ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ സമാഹരിച്ച് ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇ-ഹെൽത്ത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിനിരയായവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശ. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കരുത്ത്. അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത. വിവാഹ മോചിതരായ സ്ത്രീകൾ, വിധവകൾ എന്നിവർക്ക് നൽകുന്ന പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. സംസ്ഥാന സാക്ഷരതാ മിഷനും കേരള ജയിൽ വകുപ്പും ചേർന്ന് നിരക്ഷരരില്ലാത്ത ജയിൽ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജയിൽ ജ്യോതി. സംസ്ഥാന സാക്ഷരതാ മിഷൻ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതിനായി ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഴിമതിരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് എഡ്യു വിജിൽ. ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് നൈപുണ്യം. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും ചേർന്ന് സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം. പരിസ്ഥിതി സംരക്ഷണത്തിന് സംസ്ഥാന വനംവകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ സേന ഇക്കോ കേഡറ്റ് കോർപ്സ്. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് മനസ്വിനി സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്കൂൾ സഗജ് ഇന്റർനാഷണൽ, ഇത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം. ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി പുണ്യം പൂങ്കാവനം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കി വരുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതി ബാലമുകുളം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ബന്ധുക്കളോടൊപ്പം താമസിക്കുന്ന കുട്ടികളുടെ പഠനം മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് സ്നേഹപൂർവ്വ. കേരള സർവകലാശാല തുടർ വിദ്യാഭ്യാസ കേന്ദ്രവും കോൾ കേരളയും ചേർന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി വിജയം സുനിശ്ചിതം.
അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ സംരംഭം അമ്മത്തൊട്ടിൽ. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. അർബുദം, ഹൃദ്രോഗം, വൃക്കരോഗം എന്നിവ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഭിന്നശേഷിക്കാരായ മക്കളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിക്കുന്ന ഗ്രാമമാണ് നിശ്ചിന്ത. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമിത്രം. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി ഗോത്രജ്യോതി. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കൂൾ യാത്രയ്ക്കുള്ള പദ്ധതി ഗോത്രസാരഥി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ കീഴിൽ ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്ന ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. മാനസികമായും ശാരീരികമായും ദുരിതം അനുഭവിക്കുന്ന 5 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും വിദ്യാഭ്യാസവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ ഡെപ്പോസിറ്റ് സ്കീം. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ജനനി ജന്മരക്ഷ. അനാഥരായ പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ്. പട്ടികജാതി കോളനികളോടനുബന്ധിച്ച് ഇൻ്റർനെറ്റ് സൗകര്യത്തോടെയുള്ള കമ്പ്യൂട്ടർ ലൈബ്രറി, വായനശാല എന്നിവ സജ്ജമാക്കുന്ന പദ്ധതിയാണ് വിജ്ഞാൻ വാടി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര. ജലസംരക്ഷണം, കാർഷിക വികസനം, ക്ഷേത്ര പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നിവയ്ക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം 2017. ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. റോഡ് അപകടങ്ങളിൽപ്പെട്ടവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഡയൽ എ ഡോക്ടർ. ഡയൽ എ ഡോക്ടർ ടോൾ ഫ്രീ നമ്പർ 1056. ചൈൽഡ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098. ക്രൈം സ്റ്റോപ്പറിൻ്റെ ടോൾ ഫ്രീ നമ്പർ 1090. വുമൺ ഹെൽപ്പ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ 1091. ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ 1098. പിങ്ക് പെട്രോളിൻ്റെ ടോൾ ഫ്രീ നമ്പർ 1515. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.